സന്ദേശങ്ങളും ചെറിയ ചില വസ്തുക്കളുമൊക്കെ രഹസ്യമായി കൈമാറ്റം ചെയ്യാൻ പണ്ടുമുതലേ പ്രാവുകളെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഹോമിംഗ് ഇനത്തിൽപ്പെട്ട ഈ പ്രാവുകൾ അങ്ങ് മുംബൈയിലെ കല്യാൺ മുതൽ നമ്മുടെ താനാളൂർ വരെ പറന്നെത്തി. അത് സന്ദേശമോ വസ്തുക്കളോ കൈമാറാനായിരുന്നില്ല. കാണാം റിപ്പോർട്ട്. യജമാനെ തേടി ഒരു പ്രാവ് ഒന്ന് രണ്ടുമല്ല 1000 കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ വിജയകഥയാണിത്. ഈ പറക്കലിനൊപ്പം താനാളൂർ സ്വദേശി റഫീഖിന്റെ കൈകളിലെത്തിയത് തന്റെ ഓമനയോടൊപ്പം ഓപ്പൺ ട്രൈഡ്സ് ഹോമർ കിരീടം കൂടിയാണ്. സന്ദേശമോ വസ്തുക്കളോ കൈമാറാനല്ലാതെ മുംബൈയിൽ നിന്ന് ഹോമർ പ്രാവുകൾ 1000 കിലോമീറ്റർ പറന്നെത്തിയത് തന്റെ യജമാനന്റെ തണലിലേക്കാണ്. ആ പറന്നെത്തൽ വെറുതെയുമായിരുന്നില്ല. മുംബൈയിലെ കല്യാണിൽ സംഘടിപ്പിച്ച ഓപ്പൺ റൈഡ്സ് ഹോമർ 1000 കിലോമീറ്റർ മത്സരത്തിലെ 1ാം സ്ഥാനവും കിരീടവും ഉടമ താനാളൂർ പകര സ്വദേശി നന്ദനിൽ റഫീഖ് സാൽവോയുടെ കയ്യിൽ ഏൽപ്പിച്ചായിരുന്നു. ഈ കിരീട നേട്ടത്തിന് പിന്നിലെ തയ്യാറെടുപ്പുകളെക്കുറിച്ച് റഫീഖ് തന്നെ പറയും. അതായത് ഈ നമ്മുടെ ലോഫ്റ്റിന്റെ ഇതിന് മുകളിൽ ഇതിന് 1 മണിക്കൂറെങ്കിലും ഇത് പറക്കണം. മിനിമം 1 മണിക്കൂർ പറന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കിത് റെഡിയാണ്. ഈ പ്രാവിനെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങാൻ, അതായത് റോഡ് ട്രെയിനിങ് റോഡിലോട്ട് ഇറക്കി ആദ്യത്തെ സ്റ്റാർട്ടിങ് വെച്ചാൽ ആദ്യം കൊണ്ടുപോയിട്ട് ഇവിടെ ഒന്നിക്കൊല്ലം 5 കിലോമീറ്റർ, അത് വിട്ടതിന് ശേഷം പിന്നെ 15 കിലോമീറ്റർ, അങ്ങനെ പതുക്കെ അങ്ങനെ 20, പിന്നെ 40, പിന്നെ ഡബിളായിട്ട് കൊണ്ടുപോകും. 150 കിലോമീറ്റർ വരെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. കേരളത്തിലെ വിവിധ പ്രാവ് വളർത്തൽ ക്ലബ്ബുകൾ ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സര രീതി അതികഠിനമാണ്. ഇപ്പോൾ കേരളത്തിലെ ഫസ്റ്റാണ്, ആദ്യമായിട്ടാണ് ഒരു ലോഫ്റ്റിന് എല്ലാ മത്സരത്തിലും ഫസ്റ്റ് കിട്ടുന്നത്. അത് ഈ എൻ്റെ ഈ സാൽവ ലോഫ്റ്റ് തന്നെ ലോഫ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ റെയിൽവേ വരണമെങ്കിൽ 23 മണിക്കൂറാണ് ട്രെയിൻ, നൈറ്റും പകലും ഈ പറഞ്ഞ ലൊക്കേഷൻ നമ്മളിവിടെ എത്താൻ, തിരൂരെത്താൻ. അതിലും സ്പീഡായിട്ടാണ് ഇവനെത്തിയിട്ടുള്ളത്. ഇവൻ്റെ പേരാണ് മഖ്ദൂം. 16 മത്സരാർത്ഥികൾ 40 പ്രാവുകളുമായി മത്സര രംഗത്തെത്തി. വ്യത്യസ്ത കിലോമീറ്ററുകളിലുള്ള 6 മത്സരങ്ങളിലും റഫീഖ് സാൽവോ 1ാം സ്ഥാനത്തെത്തി. വർഷങ്ങളായി മത്സര രംഗത്തുള്ള റഫീഖ് പ്രാവുകളെ മത്സരത്തിനെത്തിക്കുന്നത് മുതൽ ചിട്ടയായ പ്രവർത്തന ക്രമങ്ങളുണ്ട്. 2015 മുതൽ വീട്ടിൽ പ്രാവ് വളർത്തൽ തുടങ്ങിയ ഇദ്ദേഹത്തിനിപ്പോൾ 1 ലക്ഷം രൂപ വില വരുന്ന ഹോമർ പ്രാവുകൾ വരെയുണ്ട്. പക്ഷെ ഇവയെ സംരക്ഷിക്കാനും അത്ര തന്നെ പ്രയാസവുമുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോട്ടീന്, അതേമാതിരി കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ കൊടുക്കാൻ പറ്റിയ, കൂടുതൽ കയറി കൊടുക്കാൻ പറ്റിയ, ബോഡിക്ക് വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനായിട്ട് ഏകദേശം 22 ഐറ്റംസ് സീഡ്സുകളാണ് ഇതിന് ഫുഡ് നമ്മൾ കൊടുക്കുന്നത്. 2018 മുതൽ മത്സരങ്ങളിൽ പങ്കെടുത്തു വരുന്ന റഫീഖിന് കട്ട സപ്പോർട്ടുമായി കുടുംബം കൂടെയുള്ളതാണ് ശക്തി. കിരീട നേട്ടങ്ങൾ കൊണ്ട് വിശ്രമിക്കാനല്ല, മറിച്ച് ഇനിയും ഉയരങ്ങളെ എത്തിപ്പിടിക്കാൻ തന്റെ പ്രാവുകൾക്കൊപ്പം ആകാശത്തോളം ചിറകുവിരിക്കുകയാണ് റഫീഖ്. 2018 മുതൽ പ്രാവ് പറത്തൽ മത്സരത്തിൽ പങ്കെടുത്തു വരുന്ന റഫീഖ് ഇനിയും ഇത്തരം നേട്ടങ്ങളെ എത്തിപ്പിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഹോമർ പ്രാവുകൾ ചിറക് വിരിച്ച് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് കരുത്തു പകരട്ടെ. താനാളൂരിൽ നിന്നും ക്യാമറാമാൻ ബിജു മാധവനൊപ്പം സിബ്മോൾ കെ വർഗീസ്, കേരള വിഷൻ.